കടലിടുക്കിലേക്ക് കടക്കാനുള്ള അപേക്ഷകളിൽ ഇന്ത്യയിലേക്കും തിരിച്ചുമുള്ള കപ്പലുകൾ മുന്നിൽ. ഹോർമൂസ് കപ്പൽ ഗതാഗതം നിയന്ത്രിക്കുന്നതിന് ഇറാൻ രൂപീകരിച്ച പേർഷ്യൻ ഗൾഫ് സ്ട്രെയ്റ്റ് അതോറിറ്റി പ്രകാരമുള്ള കണക്കാണിത്. ചൈനയാണ് രണ്ടാം സ്ഥാനത്ത്. ജൂൺ 17 ശേഷമുള്ള 3 ആഴ്ചത്തെ കണക്കാണ് ഇത് വ്യക്തമാക്കുന്നത്. ഹോർമൂസിൽ നിന്ന് പുറത്തേക്ക് കടക്കാനുള്ള അപേക്ഷകളിൽ 20% ഇന്ത്യയിലേക്കുള്ള കപ്പലുകളാണ്. പേർഷ്യൻ ഗൾഫിലേക്ക് കടക്കാനുള്ള അപേക്ഷകളിൽ 21% ഇന്ത്യൻ കപ്പലുകൾ ആയിരുന്നു. ചൈനയാണ് രണ്ടാം സ്ഥാനത്തുള്ളത്. സംഘർഷം രൂക്ഷമായതിനു പിന്നാലെ കപ്പൽ ഗതാഗതത്തിൽ വൻ ഇടിവ് വന്നെന്നും പേർഷ്യൻ ഗൾഫ് സ്ട്രെയ്റ്റ് അതോറിറ്റി അറിയിച്ചു. CJP സമരത്തിന് കോൺഗ്രസിന്റെ ഔദ്യോഗിക പിന്തുണ. കോൺഗ്രസ് വക്താവ് പവൻ ഖേരെ ഇന്ന് സമരപന്തലിൽ നേരിട്ടെത്തിയാണ് പിന്തുണ പ്രഖ്യാപിച്ചത്. അനിശ്ചിതകാല നിരാഹാര സമരത്തിനുള്ള സോനം വാങ്ചുകിന്റെ ആരോഗ്യനില ആശങ്കയിലെന്ന് ആരോഗ്യ പ്രവർത്തകർ അറിയിച്ചു. പരീക്ഷാ ക്രമക്കേടുകൾക്കെതിരെ CJP നടത്തുന്ന അനിശ്ചിതകാല സമരത്തിന് വിവിധ പ്രതിപക്ഷ പാർട്ടികൾ പിന്തുണയുമായി രംഗത്തെത്തിയിരുന്നു. എന്നാൽ കോൺഗ്രസ് പ്രതിഷേധത്തിന് ഔദ്യോഗികമായി പിന്തുണ പ്രഖ്യാപിക്കുന്നില്ലെന്ന വിമർശനം വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഉയർന്നിരുന്നു. പിന്നാലെയാണ് കോൺഗ്രസ് വക്താവും MP-യുമായ പവൻ ഖേരെ ഇന്ന് CJP സമരവേദിയിൽ എത്തിയത്. വന്ദേ മാതരത്തെ അപമാനിച്ചാൽ തടവ് ശിക്ഷ. ക്രൈസ്തവ സംഘടനകളുടെ വലിയ പ്രതിഷേധത്തിനിടയാക്കിയ FCRI ഭേദഗതി ബില്ലും അടക്കം സുപ്രധാന ബില്ലുകൾ പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിൽ അവതരിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ. ഭരണഘടനാ ഭേദഗതി ബിൽ പാസാക്കാനുള്ള 3/2 ഭൂരിപക്ഷം ലോക്സഭയിൽ ഉറപ്പിക്കാനുള്ള തീവ്ര നീക്കത്തിലാണ് BJP. വന്ദേമാതരം പാടുന്നത് തടസ്സപ്പെടുത്തുകയോ ആലപിക്കുന്നതിനിടെ ശല്യമുണ്ടാക്കുകയോ ചെയ്താൽ 3 വർഷം തടവോ പിഴയോ രണ്ടും കൂടിയോ വ്യവസ്ഥ ചെയ്യുന്നതാകും ബില്ല്. ദേശീയ ഗാനത്തെ അപമാനിച്ചാലുള്ള ശിക്ഷ എന്താണോ അതിന് സമാനം. പവർ കട്ടിനെ തുടർന്ന് ഓക്സിജൻ കിട്ടാതെ രോഗി മരിച്ചു. സംസ്ഥാന സർക്കാരിന്റെ വൈദ്യുതി നിയന്ത്രണത്തോടനുബന്ധിച്ച് രാത്രികാല പവർ കട്ടിനെ തുടർന്ന് ഓക്സിജൻ കിട്ടാതെ രോഗി മരിച്ചതായി പരാതി. പാലക്കാട് സ്വദേശിയും ഹോം നഴ്സും സാമൂഹിക പ്രവർത്തകയുമായ ചിത്ര അഭയയുടെ ഫേസ്ബുക്ക് അക്കൗണ്ടിലൂടെയാണ് ഇക്കാര്യം ആരോപിക്കുന്നത്. ഇന്നലെ അർദ്ധരാത്രിയോടെ ഉണ്ടായ വൈദ്യുതി തടസ്സത്തെ തുടർന്ന് ഓക്സിജൻ ലഭിക്കാതെയാണ് ഗുരുതരാവസ്ഥയിലായിരുന്ന വയോധികൻ മരണപ്പെട്ടത്. കറണ്ട് പോയതിനെ തുടർന്ന് സഹായത്തിനായി വിളിച്ച വീട്ടുകാരോട് എന്തുകൊണ്ട് വീട്ടിൽ ഇൻവെർട്ടർ വാങ്ങിയില്ല എന്ന KSEB അധികൃതരുടെ മറുപടി വലിയ പ്രതിഷേധത്തിന് ഇടയാക്കിയിരിക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ അവകാശവാദം തള്ളി ടാറ്റ ഗ്രൂപ്പ്. കേരളത്തിലെ കപ്പൽ നിർമ്മാണ പദ്ധതിക്കായി ടാറ്റ ഗ്രൂപ്പ് 10,000 കോടി രൂപയുടെ വൻ നിക്ഷേപം നടത്താൻ സന്നദ്ധത അറിയിച്ചെന്ന മുഖ്യമന്ത്രി VD സതീശന്റെ അവകാശവാദം പൂർണ്ണമായി തള്ളി ടാറ്റ ഗ്രൂപ്പ്. കേരളത്തിൽ മാത്രമല്ല രാജ്യത്തെ ഒരിടത്തും ടാറ്റ ഗ്രൂപ്പ് കപ്പൽ നിർമ്മിക്കുന്നില്ലെന്ന് കമ്പനി ഔദ്യോഗികമായി അറിയിച്ചു. ടാറ്റ ഗ്രൂപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് ദേശീയ മാധ്യമമായ ഇക്കണോമിക്സ് ടൈംസാണ് ഈ നിർണായക വാർത്ത പുറത്തുവിട്ടിരിക്കുന്നത്. ADGPക്കെതിരെ DGP. ഗൺമാൻ കേസിൽ അപ്രതീക്ഷിത ട്വിസ്റ്റ്. മുൻ മുഖ്യമന്ത്രിയുടെ ഗൺമാൻമാർ മർദ്ദിച്ചെന്ന കേസ് അട്ടിമറിച്ചെന്ന പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ടിൽ ADGP MR അജിത് കുമാറിനോട് വിശദീകരണം തേടി സംസ്ഥാന പോലീസ് മേധാവി. കേസ് അന്വേഷിച്ച SIT സമർപ്പിച്ച വിശദമായ റിപ്പോർട്ട് പൂർണ്ണമായി പരിശോധിച്ച ശേഷമാണ് DGP റവാഡ ചന്ദ്രശേഖറിന്റെ നിർണായക നടപടി. അതേസമയം ഈ വിഷയത്തിൽ ഇപ്പോൾ പ്രതികരിക്കാനില്ലെന്നും പിന്നീട് പ്രതികരിക്കാമെന്നുമാണ് ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല വ്യക്തമാക്കിയത്. SIT റിപ്പോർട്ട് പുറത്തു വന്നതോടെ ഈ വിഷയത്തിൽ ADGP MR അജിത് കുമാറിന് മേൽ നിയമപരമായ കുരുക്ക് മുറുകുകയാണ്. കാഫിർ സ്ക്രീൻഷോട്ട് കേസ് പ്രതി DYFI നേതാവ് ജിതിൻ ഭാസ്കറിന്റെ ജാമ്യം റദ്ദാക്കണമെന്ന SIT ഹർജി കോടതി തള്ളി. വടകര 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് തള്ളിയത്. പ്രതി ജാമ്യ വ്യവസ്ഥകൾ ലംഘിച്ചെന്ന് കാണിച്ചായിരുന്നു ഹർജി. ജിതിൻ ഭാസ്കർ ജാമ്യത്തിൽ തുടരും. ജാമ്യത്തിലിറങ്ങിയ ജിതിൻ അന്വേഷണ സംഘത്തെ വെല്ലുവിളിക്കുന്നതടക്കം ജാമ്യ വ്യവസ്ഥകളുടെ ലംഘനം നടത്തിയെന്നാണ് പ്രോസിക്യൂഷൻ വാദം. 2 ക്രിമിനൽ കേസിൽ പ്രതിയായതും SIT ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അതേസമയം ജാമ്യ വ്യവസ്ഥ ലംഘിച്ചിട്ടില്ലെന്നാണ് ജിതിന്റെ അഭിഭാഷകർ വാദിക്കുന്നത്. ലോകകപ്പ് ഫൈനൽ ദിനത്തിൽ കറണ്ട് പോകില്ല. ലോകകപ്പ് ഫുട്ബോൾ ഫൈനൽ ദിനമായ ഞായറാഴ്ച അധിക വൈദ്യുതി വാങ്ങുമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. വൈദ്യുതി ഉപഭോഗത്തിൽ നേരിടുന്ന വലിയ പ്രതിസന്ധിയെന്നും ദീർഘകാലാടിസ്ഥാനത്തിൽ മാത്രമേ പ്രശ്നം പരിഹരിക്കാൻ കഴിയൂ എന്നും വൈദ്യുതി മന്ത്രി സണ്ണി ജോസഫ് പറഞ്ഞു. ഞായറാഴ്ചത്തേക്ക് ഫുട്ബോളിന് വേണ്ടി നമ്മൾ അധിക വിലയ്ക്ക് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വൈദ്യുതി വാങ്ങും. പകൽ ഇത്തരത്തിൽ വൈദ്യുതി വാങ്ങേണ്ട ആവശ്യമില്ലെന്നും അദ്ദേഹം പറഞ്ഞു.
താരസംഘടന അമ്മയിലെ അധികാര തർക്കവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അമ്മ അംഗങ്ങൾക്ക് ശ്വേത കമ്മിറ്റിയുടെ കത്ത്. പിഴവുകൾ സംഭവിച്ചത് അനുഭവക്കുറവ് മൂലമാണെന്നും അത് തിരുത്താനുള്ള നടപടികൾ തുടങ്ങിയെന്നും കത്തിൽ ചൂണ്ടിക്കാട്ടുന്നു. കൂടുതൽ പക്വതയോടെയും ഉത്തരവാദിത്വത്തോടെയും മുന്നോട്ടു പോകും. ഇപ്പോൾ ചുമതല വഹിക്കുന്ന എക്സിക്യൂട്ടീവ് അംഗങ്ങൾ ഉത്തരവാദിത്തങ്ങൾ തുടർന്നും നിർവഹിക്കുമെന്നും സംഘടനയുടെ ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് ഒരു തടസ്സവും ഇല്ല എന്നും ശ്വേത വ്യക്തമാക്കുന്നു. അതേസമയം ശ്വേതയെ എതിർക്കുന്നവർ കത്തിന് മറുപടി നൽകിയിട്ടില്ല. കോടതിയുടെ അന്തിമ വിധി വരുന്നതുവരെ കാത്തിരിക്കാനാണ് തീരുമാനം. 27-ന് എറണാകുളം മുൻസിഫ് കോടതി കേസ് പരിഗണിക്കും. യൂട്യൂബർ രാജൻ ജോസഫിനെ വീണ്ടും അറസ്റ്റ് ചെയ്ത് അടൂർ പോലീസ്. ജാമ്യവ്യവസ്ഥ ലംഘിച്ചതിനാണ് ഇയാളെ പോലീസ് വീണ്ടും അറസ്റ്റ് ചെയ്തത്. കൊച്ചിയിൽ നിന്നാണ് രാജൻ ജോസഫിനെ കസ്റ്റഡിയിലെടുത്തത്. സമൂഹ മാധ്യമങ്ങളിലൂടെ അപമാനിച്ചു എന്ന കേസിൽ രാജൻ ജോസഫിനെ പോലീസ് നേരത്തെ അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ടിരുന്നു. കോൺഗ്രസ് പത്തനംതിട്ട ജില്ലാ പഞ്ചായത്ത് അംഗം ശ്രീനാദേവി കുഞ്ഞമ്മയുടെ പരാതിയിൽ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. തുടർന്ന് ഒളിവിൽ പോയ രാജൻ ജോസഫിനെ പോലീസ് പിടികൂടുകയായിരുന്നു. മറ്റു ചില പോലീസ് സ്റ്റേഷനുകളിലും ഇയാൾക്കെതിരെ കേസുകളുണ്ട്.